ഹായ് ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനലിൻ്റെ പേര് സ്വിസ് സഞ്ചാരി. തലേ ദിവസം തുടങ്ങിയ വിമാനയാത്ര, അത് കഴിഞ്ഞുള്ള ബസ് യാത്ര, പലരും ക്ഷീണിതരാണ്. നല്ലൊരു ഉറക്കത്തിന് മാത്രമേ വീണ്ടും പോയ ഉന്മേഷം തിരികെ തരാൻ പറ്റൂ. റൂമിൽ പോയി ഫ്രഷായി 8 മണിക്ക് തന്നെ അത്താഴം കഴിക്കാൻ എല്ലാവരും ഹോട്ടലിൽ തന്നെയുള്ള രാജ് എന്ന ഇന്ത്യൻ റെസ്റ്റോറന്റിൽ എത്തണമെന്ന് നോബർട്ട് പറഞ്ഞു. രാജ് ഹോട്ടലിന്റെ ഉടമ നേത്ര വിദഗ്ധനായ ഡോക്ടർ അരുൺ ജയരത്താണ്. 1995 നവംബറിലാണ് അദ്ദേഹം റെസ്റ്റോറന്റ് ആരംഭിക്കുന്നത്. ഇന്ന് സൗത്ത് ആഫ്രിക്കയുടെ പല ഭാഗത്തും രാജ് റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ ഫുഡാണ് രാജിന്റെ പ്രത്യേകത. അങ്ങനെ ആഫ്രിക്കയിലെ ആദ്യ അത്താഴം നോർത്ത് ഇന്ത്യൻ ഭക്ഷണമായിരുന്നെങ്കിൽ രണ്ടാം ദിനത്തിലെ അത്താഴം തനി നാടൻ ആഫ്രിക്കൻ ഭക്ഷണമായിരുന്നു. സൺ സിറ്റിയിലെ ബോസ്വെൽറ്റ് ഷെബീൻ പരമ്പരാഗത സൗത്ത് ആഫ്രിക്കൻ ഷെബീനുകളുടെ മനോഹാരിത ഉൾക്കൊള്ളുന്ന ഒരു കിടു റെസ്റ്റോറന്റാണ്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന കാലത്ത് ടൗൺഷിപ്പുകളിൽ ഉടലെടുത്ത നിയമാനുസൃതമല്ലാത്ത മദ്യപാന സ്ഥാപനങ്ങളെയാണ് ഷെബീൻസ് എന്ന് പറയുന്നത്. പണ്ട് ഷെബീൻസ് അനധികൃത ബാറുകളോ ക്ലബ്ബുകളോ ആയിരുന്നു. അവിടെ കറുത്ത ദക്ഷിണാഫ്രിക്കക്കാർക്ക് മദ്യം കഴിക്കാനും ആസ്വദിക്കാനും കഴിയും. കാരണം അവർക്ക് സാധാരണ ബാറുകളിലും പബ്ബുകളിലും പ്രവേശിക്കുന്നതിൽ പലപ്പോഴും നിയന്ത്രണമുണ്ടായിരുന്നു. കാലക്രമേണ ഷെബീനുകൾ ദക്ഷിണാഫ്രിക്കൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമായി തീർന്നു. ഇത് സാമൂഹിക ഒത്തുചേരലുകൾക്കും സംഗീതത്തിനും കമ്മ്യൂണിറ്റി പരിപാടികൾക്കും ഇടം നൽകുന്നു. ഷെബീനുകളിൽ സാധാരണയായി പ്രാദേശിക ഭക്ഷണവും ബിയറുകളും സ്പിരിറ്റുകളും വിളമ്പുന്നു. ചക്കലാക്ക ഇവരുടെ ഒരു തനത് ഭക്ഷണമാണ്. തക്കാളി, ഉള്ളി, ക്യാരറ്റ്, ബീൻസ്, മസാലകൾ എന്നിവ ഉപയോഗിച്ച് പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന ഒരു ദക്ഷിണാഫ്രിക്കൻ പച്ചക്കറി രുചിയാണ് ചക്കാലക്ക. ദക്ഷിണാഫ്രിക്കൻ പാചക രീതിയിൽ ഇതൊരു ജനപ്രിയ വിഭവമാണ്. ഞങ്ങളുടെ യാത്രയ്ക്കിടയിൽ പലരുടെയും ജന്മദിനവും വെഡിങ് ആനിവേഴ്സറിയും ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ഭംഗിയായി ആഘോഷിച്ചു. ബോസ്വെൽഡിലെ അത്താഴത്തിൻ്റെ അന്നായിരുന്നു തോമസ് ചേട്ടന്റെയും ഏലിയാമ്മ ചേച്ചിയുടെയും 40ാം വെഡിങ് ആനിവേഴ്സറി. പൂരമെനിക്കൊന്ന് കാണണ കാന്ത, പൂരമെനിക്കൊന്ന് കാണണ കാന്ത, പൂരമെനിക്കൊന്ന് കാണണ കാന്ത, പൂരമതിലൊന്ന് കൂടണ കാന്ത. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടെന്ന്. കന്നിമക പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ പൊന്നാരെ, മാമ്പഴമാകട്ടെന്ന്. കന്നിമക പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ പൊന്നാരെ, മാമ്പഴമാകട്ടെന്ന്. സൺ സിറ്റിയുടെ പ്രധാന കവാടത്തിന് അടുത്തു തന്നെയാണ് ബോസ്വെൽറ്റ് റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണാഫ്രിക്കൻ ഭക്ഷണ വിഭവങ്ങളുടെ വൈവിധ്യമാർന്ന മെനു തന്നെ ഈ റെസ്റ്റോറന്റിൽ ഉണ്ട്. പകൽ സമയങ്ങളിൽ കുടുംബങ്ങൾക്കും വൈകുന്നേരങ്ങളിൽ രാത്രി ജീവിതത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു സുഖപ്രദമായ അന്തരീക്ഷത്തോടു കൂടിയാണ് ഈ റെസ്റ്റോറന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
പല ദക്ഷിണാഫ്രിക്കൻ പട്ടണങ്ങളിലെയും നഗരങ്ങളിലെയും ഊർജ്ജസ്വലമായ രാത്രി ജീവിതത്തിനും സാംസ്കാരിക തനിമയ്ക്കും സംഭാവന നൽകി ബോസ്വെൽ ഷെബീൻസ് അവിസ്മരണീയമായ ഒരു ഡൈനിങ് അനുഭവം അതിഥികൾക്ക് സമ്മാനിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ചിലരെങ്കിലും മനസ്സിൽ പറയുന്നുണ്ടാകും, ഇവർ ആഫ്രിക്കയിൽ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണോ എന്ന്. അല്ല മാഷേ, അടുത്ത ദിവസം അതിരാവിലെ തൊട്ട് തുടങ്ങുകയാണ് ഞങ്ങളുടെ കലാപരിപാടികൾ. രാവിലെ 5-ന് എഴുന്നേൽക്കണം. 6 മണിക്ക് മുൻപായി ഹോട്ടലിന്റെ മെയിൻ കവാടത്തിലെത്തണം. സഫാരിക്ക് രാവിലെ തന്നെ പോയില്ലെങ്കിൽ കാട്ടുമൃഗങ്ങളെ കാണാൻ സാധിക്കില്ലത്രേ. നല്ല ക്ഷീണം. നാളെ പിലാനസ്ബർഗിലെ സഫാരിയിൽ കാണാൻ പോകുന്ന മൃഗങ്ങളെ സ്വപ്നം കണ്ട് വീണ്ടും ഉന്മേഷത്തോടെ ഉണരാനായി ഇനി ഒന്നുറങ്ങട്ടെ. സഫാരി വിശേഷങ്ങളുമായി വീണ്ടും ഉണരാം. അതുവരേക്കും എല്ലാവർക്കും നല്ല നമസ്കാരം. ഗുഡ് ബൈ.